തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒഴിയാതെ ദുരൂഹത. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴും പോലീസ് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. കുട്ടിയുടെ അമ്മയെയും അമ്മാവനെയും അറസ്റ്റ് ചെയ്തെങ്കിലും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല. അതേസമയം സാമ്പത്തിക തട്ടിപ്പിൽ അറസ്റ്റിലായ ശ്രീധുവിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഇന്നലെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, നമുക്കറിയാം ഇതിൽ ദുരൂഹതകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, അമ്മാവൻ ഹരികുമാർ കുട്ടിയെ കിണറ്റിലേക്ക് ജീവനോടെ എറിഞ്ഞു എന്ന് കുറ്റസമ്മതം നടത്തിയിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. കാരണം അതിന് പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. ഹരികുമാർ ഒറ്റയ്ക്കാണോ ഇത് ചെയ്തത്, അല്ലെങ്കിൽ അമ്മ ശ്രീധുവിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ, അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ജോത്സ്യൻ്റെ ഇടപെടൽ, അങ്ങനെ നിരവധി ചോദ്യങ്ങളും ദുരൂഹതകളും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ സംഭവം നടന്ന് ഇത്രത്തോളം ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന് ഈ വിഷയത്തിൽ യാതൊരു വിധത്തിലും ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, ശ്രീധുവിൻ്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് പോലീസിനെത്താൻ ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ 2.5 വയസ്സുകാരുടെ കൊലപാതകം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും എന്താണ് ഇതിന് പിന്നിലുണ്ടായ പ്രധാന കാരണം, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന കാരണം, ഒപ്പം തന്നെ കൊലപാതകം നടത്തിയത് ആര്? ഈ അമ്മാവൻ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായി തന്നെ താനാണ് കൊലപാതകം നടത്തിയത് എന്ന് പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നു. പക്ഷേ മൊഴി നൽകിയതിന് ശേഷം പല ഘട്ടങ്ങളിലായി മൊഴി മാറ്റി സാഹചര്യമായിരുന്നു ഈ അമ്മാവൻ നടത്തിയത്. ഈ ഘട്ടം മുതൽ തന്നെ പോലീസിന് സംശയങ്ങൾ വലിയ തോതിൽ ഉയർന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ അമ്മ, 2.5 വയസ്സുകാരിയായ കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ പോലീസ് കഴിഞ്ഞ ദിവസം വരെ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി കോടതി ഉടനെ തന്നെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകുന്ന പോലീസ് കസ്റ്റഡിയിലേക്ക് വിടുന്നേക്ക് സാഹചര്യമുണ്ടായി. പക്ഷേ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ ശ്രീധുവിന്റെ ഭാഗത്തു നിന്ന് പോലും കൃത്യമായ ഒരു വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് സാധിച്ചില്ല. ശ്രീധുവിനെ വെറും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മാത്രമാണ് ഇപ്പോൾ ശ്രീധുവിന് എതിരായ കേസായി നിലനിൽക്കുന്നത്. ആ കേസിലാണ് ശ്രീധുവിനെ കസ്റ്റഡി അപേക്ഷ തീരുന്ന സാഹചര്യത്തിൽ ഇനി കോടതിയിലേക്ക് മാറ്റും. അതിനുശേഷം ഇന്ന് അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും 2.5 വയസ്സുകാരിയുടെ മരണത്തിലെ ദുരൂഹത തുടരുകയാണ്. എന്തിനു വേണ്ടിയിട്ട് കുട്ടിയെ കൊലപ്പെടുത്തി എന്ന ചോദ്യം അവിടെ ഉയർന്നു നിൽക്കുന്നു. ഒപ്പം തന്നെ കുട്ടിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ ശ്രീധുവിന്റെ അമ്മയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഈ അമ്മാവന് അല്ലെങ്കിൽ ഈ സഹോദരന്, കുട്ടിയുടെ അമ്മയായ ശ്രീധുവിന്റെ സഹോദരന് ഉണ്ടായോ എന്ന് സംബന്ധിച്ചുള്ള സംശയങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ പ്രശ്നത്തിൽ നിഴലായി പോലീസിനെതിരെ നിൽക്കുന്നു. പോലീസ് അന്വേഷണം ഏത് തരത്തിൽ മുന്നോട്ട് പോയിട്ടും എന്തിനു വേണ്ടിയാണ് കൊലപാതകം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ശ്രീധുവിനെയും കേന്ദ്രീകരിച്ച് പോലീസ് ഈ കുട്ടി 2.5 വയസ്സായ കുട്ടിയുടെ അമ്മയെ കേന്ദ്രീകരിച്ച്, ശ്രീധുവിനെയും കേന്ദ്രീകരിച്ച് പല ഘട്ടങ്ങളിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടത്തി. നാട്ടുകാരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ, നാട്ടുകാരിൽ നിന്ന് ചോദ്യം ചെയ്യലും മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ഒപ്പം തന്നെ ഒരു ജോത്സ്യനെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഇതെല്ലാം നടക്കുമ്പോഴും പോലീസ് പല കോണുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോഴും കൃത്യമായ നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഈ വിഷയത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. എല്ലാ കേസുകളും പോലെ മറ്റൊരു കേസും കൂടി കേരള പോലീസിന്റെ തലയിൽ. അങ്ങനെ കേരള പോലീസ് അത് ഒതുക്കുകയാണോ എന്ന് സംബന്ധിച്ചുള്ള സംശയങ്ങൾ, കാരണം പ്രധാനമായും ഒതുക്കുകയാണോ എന്ന ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരാനുണ്ടായ പ്രധാന കാരണം, എന്തിനു വേണ്ടി കുട്ടിയെ കൊലപ്പെടുത്തി എന്ന് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലീസ് ഇതുവരെ കൃത്യമായ മറുപടി നൽകുന്നില്ല. ഈ കൊലപാതകത്തിന് പിന്നിലെ പ്രചോദനം, അല്ലെങ്കിൽ അതിന് പിന്നിലെ കാരണം എന്ന് സംബന്ധിച്ച് പോലീസ് വ്യക്തമാക്കുന്നില്ല എന്നതാണ് ദുരൂഹത ഏറെ വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ ഹരികുമാർ, ഈ അമ്മാവൻ എന്ന് പറയുന്ന വ്യക്തി മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു തരത്തിലേക്കുള്ള നിഗമനത്തിലേക്കൊക്കെ പല ഘട്ടങ്ങളിൽ പോലീസ് എത്തുന്ന സാഹചര്യം. പിന്നീടും അതിൽ പോലീസ് വ്യക്തത വരുത്തുന്നില്ല. ഇയാൾ ആദ്യം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണം തുടരുമ്പോഴും എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത നടത്തിയത് എന്ന് സംബന്ധിച്ചുള്ള ചോദ്യം മുൾമുനയായി അവിടെ തന്നെ ഉയരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദുരൂഹത ഈ വിഷയത്തിൽ ഇപ്പോഴും കെട്ടടങ്ങാതെ നിലനിൽക്കുന്നത്. ദേവിക. ശരി, എന്തായാലും ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മാനസികാരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് ഈ ചോദ്യം ചെയ്യലും മറ്റും നടക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടൊരു ലക്ഷ്യത്തിലേക്ക് പോലീസ് എത്തുന്നില്ല എന്നത് ഇപ്പോഴും ഒരു ചോദ്യം തന്നെയാണ്. പ്രമാദമായ കേസുകളിൽ പോലും തുമ്പുകൾ ഉണ്ടാക്കുന്ന പോലീസിന് ഇതിൽ കഴിയുന്നില്ല. ഇതിന് മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വലിയ ലോബികളുണ്ടോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരികയാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.